ഹലോ നമസ്കാരം. നമ്മുടെ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസിക് ടേംസ് ഇൻ ഇലക്ട്രിസിറ്റി നമ്മൾ പഠിച്ചായിരുന്നു. ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഡി സി സർക്യൂട്ട്സുകൾ, അതായത് ഈക്വലന്റ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പഠിക്കാം. ഇപ്പം നമ്മൾ സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടൊക്കെ സർക്യൂട്ടുകൾ കണക്ട് ചെയ്താൽ അല്ലെങ്കിൽ റെസിസ്റ്ററിനെ കണക്ട് ചെയ്താൽ അതിനെ ടോട്ടൽ ആയിട്ട് നമുക്ക് എങ്ങനെയാണ് അതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സോ നമ്മൾ ആദ്യം ക്ലാസ് ബേസിക് ഇലക്ട്രിസിറ്റിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിച്ചായിരുന്നു അല്ലെ? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? കാണാത്തവർ എന്ത് ചെയ്യുക, ആ ബേസിക് ഇലക്ട്രിസിറ്റി ക്ലാസ് എന്ത് ചെയ്യുക, കാണാം. കാരണം എന്നാൽ നമുക്ക് ടോട്ടൽ ആയിട്ടുള്ള എന്തൊക്കെയാണ് കറണ്ട്, അതുപോലെ എന്തൊക്കെയാണ് ഇ എം എഫ്, റെസിസ്റ്റൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പവർ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. സോ ഇന്ന് നമ്മൾ ഡി സി സർക്യൂട്ട്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലേക്ക് എത്തി. അവിടെ ഇക്വലന്റ് റെസിസ്റ്റൻസ്, അതുപോലെ സീരീസ്, പാരലൽ, പിന്നെ അതിന്റെ കോമ്പിനേഷനും നമുക്ക് പഠിക്കണം. പിന്നെ അതിന്റെ ചെറിയ ചെറിയ സിമ്പിൾ പ്രോബ്ലംസും ആണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. ക്ലിയർ ആണല്ലോ? സോ എന്താണ് ഇക്വലന്റ് റെസിസ്റ്റൻസ്? ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു സിംഗിൾ റെസിസ്റ്റൻസ് ആണ്. അത് നമ്മൾ ഒരുപാട് റെസിസ്റ്റേഴ്സ് സർക്യൂട്ടിൽ നമുക്ക് ഒരുപാട് റെസിസ്റ്റേഴ്സ് പല കോമ്പിനേഷനിൽ നമുക്ക് ഉണ്ടായിരിക്കും. അതിനെല്ലാം പാടെ നമുക്ക് ഒരൊറ്റ റെസിസ്റ്ററിലേക്ക് മാറ്റി കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസിലേക്ക് ചെറുതാക്കി കൊണ്ടുവരുന്ന ആ ഒരു വലിയൊരു സർക്യൂട്ട് നമ്മൾ ചെറുതാക്കി കൊണ്ടുവരുന്ന ആ ഒരു രീതിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് വേറെ ഒന്നുമല്ല, അതിൽ പ്രധാനമായിട്ടും വിത്തൗട്ട് ചേഞ്ചിങ് ദി കറണ്ട് ഡ്രോൺ ഫ്രം ദി സോഴ്സ്. അപ്പൊ അതായത് ആ സർക്യൂട്ടിൽ എത്രത്തോളം അതിലൂടെ കടന്നു പോകുന്ന കറണ്ടിനെ ഒന്നും യാതൊരു വിധത്തിലും ചേഞ്ച് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ഒരു ഒരുപാട് റെസിസ്റ്റർ ഉള്ള ഒരു സർക്യൂട്ടിനെ നമുക്ക് ചെറുതാക്കി റീപ്ലേസ് ചെയ്തിട്ട് ഒരൊറ്റ സിംഗിൾ റെസിസ്റ്റൻസിന്റെ വാല്യൂലേക്ക് എത്തിക്കുന്ന ആ ഒരു സംഗതി, ആ ഒരു സിംഗിൾ റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് നമ്മൾ പറയുന്നത് ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. സോ ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട്, ഒരു സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പം ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും ഡിഫറെന്റ് ടൈപ്സ്, സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും ഒക്കെയുള്ള സർക്യൂട്ടുകൾ ഉണ്ടായിരിക്കും. അതിൽ സീരീസ് സർക്യൂട്ടുകളും പാരലൽ സർക്യൂട്ടുകളും തനിച്ചല്ലാതെ തന്നെ സീരീസിന്റെയും പാരലിന്റെയും കോമ്പിനേഷൻസും അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ അതും നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണല്ലോ? സോ റെസിസ്റ്ററുകൾ സീരീസ് ആയിട്ട് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? സോ രണ്ടോ അതിലധികമോ റെസിസ്റ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ, അതായത് എൻഡ് ടു എൻഡ് ആയിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് അവിടെ എന്തേ ഉണ്ടാവുള്ളൂ, ഒറ്റ പാത്തേ ഉണ്ടാവുള്ളൂ കറണ്ട് ഫ്ലോ ചെയ്യാനായിട്ട്. അതായത് നമുക്ക് നോക്കാം, ഇതൊരു സീരീസ് ഒരു റെസിസ്റ്റർ ആണ്. അടുത്ത റെസിസ്റ്റർ അതിന്റെ എൻഡ് ടു എൻഡ്, ഇതിന്റെ എൻഡിൽ അടുത്ത റെസിസ്റ്റർ കണക്ട് ചെയ്തു, ഇനി അടുത്ത റെസിസ്റ്റർ കണക്ട് ചെയ്തു, അങ്ങനെ 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 പോകും അല്ലെ? ഇപ്പൊ നമുക്ക് ഇതിന് R1 എന്നും R2 എന്നും R3 എന്നും ജസ്റ്റ് പേരിട്ട് കൊടുക്കാം അല്ലെ? R1, R2, R3 നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, സീരീസ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. കാരണം ഇതിന്റെ എൻഡിൽ അടുത്തത് കണക്ട് ചെയ്തു, അതിന്റെ എൻഡിൽ അടുത്തത് കണക്ട് ചെയ്തു, അങ്ങനെ അങ്ങനെ സീരീസ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൺലി വൺ പാത്ത് ഫോർ കറണ്ട്, ഒറ്റ പാത്തേ ഉള്ളൂ. അപ്പൊ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് തന്നെയായിരിക്കും ഇതിലൂടെ വന്ന് ഇവിടെ എത്തുക, അതുപോലെ തന്നെ ഇതിലൂടെ കടന്ന് ഇവിടെ എത്തുക. ഓക്കെ, കറണ്ട് ഒഴുകാനായിട്ട് ഇവിടെ ഒരു സിംഗിൾ പാത്ത് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പം ഒരു റെസിസ്റ്റർ ഇൻ സീരീസ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒറ്റ പാത്തേ ഉള്ളൂ കറണ്ടിന്, ഓൺലി വൺ പാത്ത് ഫോർ കറണ്ട്. അത് മാത്രമല്ല, സെയിം കറണ്ട് ഫ്ലോസ് ത്രൂ എവറി റെസിസ്റ്റർ, എല്ലാ റെസിസ്റ്ററിലൂടെയും കടന്നു പോകുന്ന കറണ്ട്. ഇവിടെ ഇപ്പൊ R1 I1 ആണെങ്കിൽ R2 I2 ആണെങ്കിൽ R3 I3 ആണ് നമ്മൾ കൊടുത്തിരുന്നാൽ അവിടുത്തെ ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ I is equal to I1 is equal to I2 is equal to I3 ആയിരിക്കും. എല്ലാ റെസിസ്റ്ററിലൂടെയും കടന്നു പോകുന്ന കറണ്ട് സെയിം ആയിരിക്കും. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്, വോൾട്ടേജ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ റെസിസ്റ്ററിലും ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് ഡ്രോപ്പ് ആവുന്നുണ്ട്. അപ്പം ഇത് V1, ഇത് V2, ഇത് V3 എന്ന്, അതായത് ഈ റെസിസ്റ്ററിന് R3 അക്രോസ് വീഴുന്നത് V3 ആണ് വോൾട്ടേജ് ഡ്രോപ്പ് എങ്കിൽ നമുക്ക് ടോട്ടൽ വോൾട്ടേജ് കാണാൻ എന്ത് ചെയ്യണം, അവിടെ V1 പ്ലസ് V2 പ്ലസ് V3 എന്ന് കാണണം. അതായത് R1ന്റെ വോൾട്ടേജ് ഡ്രോപ്പും R2ന്റെ വോൾട്ടേജ് ഡ്രോപ്പും R3യുടെ വോൾട്ടേജ് ഡ്രോപ്പും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നമ്മൾ കൊടുത്ത ടോട്ടൽ വോൾട്ടേജ് കിട്ടും. ക്ലിയർ ആണോ? പിന്നെ അടുത്ത പ്രത്യേകത വെച്ചാൽ റെസിസ്റ്റൻസ്, ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ആവുമെന്ന് പറയുന്നു. ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ആവുകയാണ് ചെയ്യുക. കാരണം നമ്മൾ നോക്കൂ, ഇപ്പൊ R1 ഇതൊരു 2 ഓം ആണ്, R2 ഒരു 3 ഓം ആണ്, R3 ഒരു 4 ഓം ആണെന്ന് സങ്കല്പിക്കാം. ഇനി നമ്മൾ ഇതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഒരു സീരീസ് സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാൻ, ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ R ഇക്വലന്റ് കാണാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് R1 പ്ലസ് R2 പ്ലസ് R3.
ഇത് നോട്ട് ചെയ്തോളൂ, R1 പ്ലസ് R2 പ്ലസ് R3. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാമല്ലോ. 2, 3, 4 4 അല്ല 2, 3, 4 ഉള്ള റെസിസ്റ്ററുകളാണ് സീരീസ് ആയിട്ട് കണ്ടിരിക്കുന്നത്. ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് എന്ത് ചെയ്താൽ മതി, 2 പ്ലസ് 3 പ്ലസ് 4 എത്രയാ, 4, 3, 7, 2, 9 ഓം കിട്ടും. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ, നമ്മൾ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന 3 റെസിസ്റ്ററിന്റെ വാല്യൂവിനേക്കാളും അതിൽ ഏറ്റവും വലിയ വാല്യൂ 4ആണ്. അതിനെക്കാട്ടും കൂടുതലാണ് നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടുക, അല്ലെ? കാരണം നമ്മൾ 3 കൂട്ടി വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വലിയൊരു വാല്യൂ അല്ലെങ്കിൽ കൂടുതലുള്ള ഒരു ടോട്ടൽ റെസിസ്റ്റൻസ് എപ്പോഴും കൂടുതലായിരിക്കും ഉണ്ടായിരിക്കുക ഒരു സീരീസ് റെസിസ്റ്റൻസ് സർക്യൂട്ടിൽ. ക്ലിയർ ആണോ? നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം. അതായത് ഒരു 3 റെസിസ്റ്ററുകൾ നമ്മൾ സീരീസ് ആയിട്ട് കൊടുക്കുകയാണ്. നമുക്ക് R1 എന്ന് കൊടുക്കാം, R2 എന്ന് കൊടുക്കാം, R3 എന്ന് കൊടുക്കാം. ഓക്കെ, ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് I. ഈ R1ൽ ഉണ്ടാവുന്ന കറണ്ട് R1ലൂടെ ഒഴുകുന്ന കറണ്ട് I1, R2ലൂടെ ഒഴുകുന്ന കറണ്ട് I2, R3ലൂടെ ഒഴുകുന്ന കറണ്ട് I3. ഇനി R1ൽ ഡ്രോപ്പ് ആവുന്ന വോൾട്ടേജ് എത്രയാ, V1. R2ൽ ഡ്രോപ്പ് ആവുന്ന വോൾട്ടേജ് V2, R3ൽ ഡ്രോപ്പ് ആവുന്ന വോൾട്ടേജ് V3. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ഇപ്പൊ പറഞ്ഞ പോലെ അതിന്റെ ഒരു വാല്യൂസ് കൊടുക്കാം. ഇവിടെ ഒരു 3 കൊടുക്കാം, 3 ഓം കൊടുക്കാം. ഇവിടെ ഒരു 4 ഓം കൊടുക്കാം. ഇവിടെ ഒരു 6 ഓം കൊടുക്കാം. സോ നമുക്ക് ഇനി ഓരോന്ന് പറഞ്ഞു നോക്കിയാലോ. എങ്ങനെയാണ് I കറണ്ട്, ടോട്ടൽ കറണ്ട്, ഈ സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? I is equal to, നമുക്കറിയാം ഓരോ റെസിസ്റ്ററിലൂടെയും ഒഴുകുന്ന കറണ്ട് സെയിം ആയിരിക്കും. സോ I1 is equal to I2 is equal to I3 തന്നെയാണ്, മറ്റൊന്നുമില്ല. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത് പറഞ്ഞു, ഇപ്പം ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് നമുക്കൊരു 5 ആംപിയർ ആണ് തന്നെന്ന് കൂട്ടിക്കോ. I is equal to 5 ആംപിയർ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ 5 ആംപിയർ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ സങ്കല്പിക്കണം, അതിലൂടെ ഒഴുകുന്ന കറണ്ട് 5 ആംപിയർ ആണ്. ഓക്കെ, മാറ്റൊന്നുമില്ല. ഇനി അടുത്തത് വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കണം. വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ വോൾട്ടേജ് V is equal to ഓരോ റെസിസ്റ്റൻസിന്റെയും വോൾട്ടേജ് ഡ്രോപ്പ് ആഡ് ചെയ്യണം. V1 പ്ലസ് V2 പ്ലസ് V3. ഇതാണ് നമ്മൾ പറഞ്ഞത്, അല്ലെ? അതായത് ഓരോ റെസിസ്റ്ററിലും ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് അവിടെ ഡ്രോപ്പ് ആവുന്നുണ്ട്. സോ അതിന് നമുക്ക് V1ഉം V2ഉം V3 നമുക്ക് തന്നിട്ടില്ല, അത് കണ്ടുപിടിക്കണം, അല്ലെ? വേറൊരു കാര്യം നമ്മൾ പഠിച്ചിരുന്നു, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകും, എന്തായാലും മൂംസിൽ നമ്മൾ പറയുന്ന സമയത്ത് പറഞ്ഞു തരാം. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, V എന്ന് പറഞ്ഞാൽ I into R ആണ്. ഓംസ് ലോ പ്രകാരം V എന്ന് പറഞ്ഞാൽ I into R ആണ്. അതായത് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ് V എന്ന് പറഞ്ഞാൽ. സോ ഇവിടെ നമുക്ക് V1 കണ്ടുപിടിക്കണമെങ്കിൽ ഈ റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന R1ലൂടെ ഒഴുകുന്ന കറണ്ടും അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ I into R ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? V1 കിട്ടും. അതായത് V1 ഈസ് ഈക്വൽ ടു നമ്മുടെ I, അല്ലെങ്കിൽ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് I1 ആണെന്ന് പറഞ്ഞു. I1 എന്ന് പറഞ്ഞാൽ I തന്നെയല്ലേ? അപ്പൊ എന്ത് ചെയ്താൽ മതി? I ഇൻറ്റു എത്രയാണ്? R1. അതായത് R1ന്റെ വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കണം. സോ അത് V1 ആണ്. V1 ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു ആ റെസിസ്റ്റൻസിന്റെ വാല്യൂ. I എത്രയാ? 5 ഇൻറ്റു റെസിസ്റ്റൻസിന്റെ വാല്യൂ 3 ആണ്. എത്ര കിട്ടും? 15 വോൾട്ട് എന്ന് കിട്ടും. അപ്പൊ V1 കിട്ടി. ഇനി V2 കാണാൻ ഇതുപോലെ ചെയ്താൽ മതി. എങ്ങനെയാ? ടോട്ടൽ കറണ്ട് ഇൻറ്റു, ഇപ്പം സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് ഈ R2ലൂടെ ഒഴുകുന്ന കറണ്ടും എന്ത് തന്നെയാണ്? I തന്നെയാണ്. അപ്പം I2 I തന്നെയാണ്. സോ I ഇൻറ്റു, ഇവിടെ നമുക്ക് R2 ആണ് എഴുതേണ്ടത്, അല്ലെ? കാരണം R2ലൂടെ ഒഴുകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് അല്ലേ, അല്ലെ? R2ൽ ഡ്രോപ്പ് ആവുന്ന വോൾട്ടേജ് ഡ്രോപ്പ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് അത് അങ്ങനെ കൊടുത്താൽ എന്ത് വരും? 5 ഇൻറ്റു 4 എത്രയാ? 20 വോൾട്ട്. ക്ലിയർ ആണല്ലോ? അതുപോലെ തന്നെ V3 കണ്ടുപിടിക്കാം. V3 എന്ന് പറഞ്ഞാൽ I ഇൻറ്റു R3, അല്ലെ? മൂന്നാമത്തെ R3 റെസിസ്റ്ററിന്റെ ക്രോസ് ഡ്രോപ്പ് ആവുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എല്ലാം കണ്ടുപിടിക്കണ്ടേ? സോ I ഇൻറ്റു R3. I എന്ന് പറഞ്ഞാൽ 5 ആണ്. R3 എന്ന് പറഞ്ഞാൽ എത്രയാ? 6 ഓം ഈസ് ഈക്വൽ ടു 30 വോൾട്ട്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 15 പ്ലസ് 20 പ്ലസ് 30 എത്രയാ? 30ഉം 50ഉം 65 വോൾട്ട്. ടോട്ടൽ വോൾട്ടേജ് 65 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു സർക്യൂട്ടിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് പറഞ്ഞാൽ R ഈക്വലന്റ്. നമ്മൾ പഠിച്ചു R ഈക്വലന്റ് ഒരു സീരീസ് സർക്യൂട്ടിന്റെ R ഈക്വലന്റ് R1 പ്ലസ് R2 പ്ലസ് R3 ആണ്, അല്ലെ? ഇത് 3 തന്നുകൊണ്ട് R1 പ്ലസ് R2 പ്ലസ് R3. ഇനി എത്ര ഉണ്ടെങ്കിലും അത് അങ്ങനെ കൂടി വരും, ആഡ് ചെയ്ത് പോകും സീരീസ് സർക്യൂട്ടിൽ. ഓക്കെ,
സോ നമുക്ക് ഇവിടെ ആർ ഈക്വൽ ടു കാണാനായിട്ട് എന്ത് ചെയ്യണം? R1 എത്രയാ? 3 പ്ലസ് R2 4 ആണ് പ്ലസ് R3 6 ആണ്. സോ 4 3 7 6 13 ഓം എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പം I നമുക്ക് കിട്ടി ഓൾറെഡി തന്നിട്ടുണ്ട് 5 ആംപിയർ. ടോട്ടൽ വോൾട്ടേജ് എത്രയാ? 65 വോൾട്ട്. ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാ? 13 ഓം. ഓക്കെ, ഇതാണ് അതിന്റെ വാല്യൂസ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു സീരീസ് സർക്യൂട്ടിൽ ഓരോന്നും സോൾവ് ചെയ്തെടുക്കുക. ക്ലിയർ ആണല്ലോ? സോ ഇനി നമുക്ക് അടുത്തേക്ക് പോവാം. ഒരു എക്സാമ്പിൾ ചെയ്യാം. നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കുക. എങ്ങനെയാ? ഒരു 3 റെസിസ്റ്ററുകൾ തന്നിട്ടുണ്ട് അല്ലെ? 2 ഓം 3 ഓം 5 ഓം സീരീസ് തന്നിട്ടുണ്ട്. അതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് വേണമെന്നാണ് പറയുന്നത്. 3 റെസിസ്റ്റർ ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 ഓം ആണ്, ഇവിടെ 3 ഓം ആണ്, ഇവിടെ 5 ഓം ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് R ഇക്വലന്റ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇതിന് നമ്മൾ പേര് കൊടുക്കുക അല്ലെ? R1 R2 R3 എന്ന് പേര് കൊടുത്താൽ എന്ത് വരും? R1 പ്ലസ് R2 പ്ലസ് R3. സോ എന്ത്? 2 പ്ലസ് 3 പ്ലസ് 5 എന്ന് വരും. 2 3 5 5 10 ഓം കിട്ടും. എളുപ്പമല്ലേ? സീരീസ് സർക്യൂട്ടിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. എളുപ്പമല്ലേ? ഇനി അടുത്തൊരു പ്രോബ്ലം ആണ്. 5 ആംപിയറും 5 ഓമും 15 ഓമും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളൊന്ന് വരച്ച് നോക്കുകയാണെങ്കിൽ ഇത് 5 ഓമിന്റെ റെസിസ്റ്റർ ആയിട്ടും ഇത് 15 ഓമിന്റെ റെസിസ്റ്റർ ആയിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതിനെ നമുക്ക് R1 എന്നും R2 എന്നും വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ R ഈക്വലന്റ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? R1 പ്ലസ് R2 ചെയ്താൽ മതി അല്ലെ? എന്ത് വരും? 5 പ്ലസ് 15 എത്രയാ? 20 ഓം. ക്ലിയർ ആണല്ലോ? 20 ഓം. സോ അതാണ് സീരീസ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനുള്ള വഴി. സോ വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന പറഞ്ഞാൽ എങ്ങനെയാ? നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം അല്ലെ? നോക്കൂ, ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്. ഇതിന്റെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന പറഞ്ഞാൽ അടുത്ത റെസിസ്റ്ററിന്റെ സെയിം പോയിന്റും അതിന്റെ അതായത് അതിന്റെ ഓരോ പോയിന്റ്, ഇപ്പൊ ഇതൊരു സെയിം പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഇത് തുടർച്ചയായിട്ടല്ല കണക്ട് ചെയ്യുന്നത്. അതായത് ഇങ്ങനെയല്ല കണക്ട് ചെയ്യാം. ഇതെന്ത് ചെയ്യാ? ഈ പാരലൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈപ്പ്. ഒരു മിനിറ്റ്. സോ 2 or more resistors are connected in parallel when both ends of each resistor are connected to the same 2 point. അപ്പൊ നോക്കൂ, ഇത് 2 പോയിന്റുകളിലേക്ക് ഈ 2 റെസിസ്റ്ററിന്റെയും R1ന്റെയും R2ന്റെയും 2 സെയിം അറ്റങ്ങൾ ഒരുമിച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ് അല്ലെ? അതാണ് പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ, പാരലൽ സർക്യൂട്ട്. ക്ലിയർ ആണല്ലോ? 2 or more resistors are connected in parallel when both ends of each resistor are connected to the same 2 point. ഈ സെയിം പോയിന്റിലേക്കല്ലേ, ഈ എ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് തന്നെയാണ് R1ന്റെയും R2ന്റെയും ഒരേ കണക്ഷൻ ഒരു സൈഡ് കൊടുത്തിരിക്കുന്നത്. ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്കാണ് അടുത്ത സൈഡ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? അതൊരു പാരലൽ സർക്യൂട്ട് ആയിട്ട് മാറും. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതിലൂടെ വേറെയും പാരലൽ ആയിട്ട് നമുക്ക് R3 എന്ന് പറഞ്ഞിട്ടും കണക്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം അതാണ് അതിന്റെ പ്രത്യേകത. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് മോർ ദാൻ 1 പാത്ത് ഫോർ കറണ്ട്. ഇപ്പൊ ഇതിലൂടെ കറണ്ട് ഒഴുകാനായിട്ട് ഒന്നിൽ കൂടുതൽ പാത്തുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇത് നമുക്ക് കുറച്ച് നീട്ടി വരയ്ക്കാം. സോ എന്ത് വരും? ഇതിലൂടെ ഒഴുകാൻ ഒന്നിൽ കൂടുതൽ പാത്ത് ഉണ്ട്. സോറി, വീണ്ടും മാറിപ്പോയി. R1. ഓക്കെ, ഇനി കറണ്ട്, നമ്മൾ ടോട്ടൽ കറണ്ട് I ഇതിലൂടെ വരികയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? ഈ ഒരു ജംഗ്ഷനിൽ വെച്ചിട്ട് A എന്ന് പറഞ്ഞ നോഡിൽ വെച്ചിട്ട് ഒരു കറണ്ട് I1 ഇങ്ങോട്ട് പോകും, I2 ഇതിലെ പോവും, I3 ഇങ്ങോട്ടും പോവും. സോ ഇവിടെ പറയുന്നത് മോർ ദാൻ 1 പാത്ത് ഫോർ കറണ്ട്. കറണ്ട് ഒഴുകാനായിട്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ പാത്തുകൾ ഉണ്ട്. കറണ്ട് ഒഴുകാനായിട്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ പാത്തുകൾ ഉണ്ടെന്ന് പറയാം. ക്ലിയർ ആണല്ലോ? വേറെ എന്താ പറയുന്നത്? സെയിം വോൾട്ടേജ് അക്രോസ് എവറി റെസിസ്റ്റർ. അതായത് സെയിം വോൾട്ടേജ് ആയിരിക്കും. എങ്ങനെയാണ് സെയിം വോൾട്ടേജ് എന്ന് പറയാൻ കാരണം? നോക്കൂ, ഈ ഒരു പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു വോൾട്ടേജ് സോഴ്സ് കൊടുക്കുകയാണ് അല്ലെ? ഒരു വോൾട്ടേജ് അപ്ലൈ ആണ് V. ഇതിന്റെ അക്രോസ് ആയിട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്യാൻ ഇതൊരു 12 വോൾട്ട് ആണെന്ന് കണക്കാക്കാം. സോ ഇതിന്റെ പോസിറ്റീവും നെഗറ്റീവും ഇവിടെ ഉണ്ട്. അപ്പം ഈ ഒരു പോയിന്റിലേക്ക് ഇതിലൂടെ വന്ന് ഇവിടെ ഉണ്ട് അല്ലെ? അതുപോലെ നെഗറ്റീവും ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കൂ, ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് തന്നെയല്ലേ ഈ ഒരു പോയിന്റ്? അതേ പോയിന്റ് തന്നെയല്ലേ ഇവിടെയും? സെയിം അല്ലേ? ഈ ഒരു പോയിന്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്,
അതേപോലെ തന്നെ ഇവിടെ വരുന്നത്. അപ്പൊ അതിനർത്ഥം നമ്മൾ ഏതൊരു റെസിസ്റ്റർ എടുത്താലും R1 എടുത്താലും R2 എടുത്താലും R3 എടുത്താലും അതിന്റെ വോൾട്ടേജ് സെയിം ആയിരിക്കും. എപ്പോ? ഒരു പാരലൽ സർക്യൂട്ട് ആണെങ്കിൽ മാത്രം. ഒരു പാരലൽ സർക്യൂട്ടിൽ സെയിം വോൾട്ടേജ് ആയിരിക്കും ഓരോ റെസിസ്റ്ററിലൂടെയും ഉണ്ടാവുന്നത്. ഓരോ റെസിസ്റ്ററിന് അക്രോസ് നമുക്ക് സെയിം വോൾട്ടേജ് ആയിരിക്കും കിട്ടുക. പക്ഷെ കറണ്ട് ഓരോ ബ്രാഞ്ചിലൂടെയും വ്യത്യസ്തമായിട്ടാണ് ഒഴുകുക. കറണ്ട് ഡിവൈഡ്സ് എമംഗ് ദി ബ്രാഞ്ചസ്. അപ്പം ഇതിലൂടെ I എന്ന് പറഞ്ഞുള്ള കറണ്ട് വന്നു, പക്ഷെ I1 ആയിട്ടും I2 ആയിട്ടും I3 ആയിട്ടും എന്തായി, സ്പ്ലിറ്റ് ചെയ്ത് പോയി, ഡിവൈഡ് ചെയ്ത് പോയി അല്ലെ. അത് നമ്മൾ ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂവിനനുസരിച്ചായിരിക്കും എത്രത്തോളമാണ് കറണ്ട് I1 I2 I3 എന്ന് പറയുന്നത്. അപ്പോൾ കൂടിയ റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇപ്പം R1 കുറച്ച് കൂടിയ വാല്യൂ ആണ് റെസിസ്റ്റർ എങ്കിൽ എന്ത് സംഭവിക്കും, അതിലൂടെ I1 എന്ന് പറഞ്ഞ കറണ്ട് കുറച്ചേ പോകുള്ളൂ. കാരണം റെസിസ്റ്റൻസ് കൂടുതലെന്ന് പറഞ്ഞാൽ കറണ്ട് ഫ്ലോ കുറവായിരിക്കും. പിന്നെ ഏറ്റവും R2 എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ചെറിയ വാല്യൂ ആണ് റെസിസ്റ്റർ എങ്കിൽ അതിലൂടെ I2 കൂടുതൽ ഒഴുകും, കറണ്ട് കൂടുതൽ ഒഴുകും. അപ്പൊ I2ന്റെ വാല്യൂ കൂടുതലായിരിക്കും അങ്ങനെ. സോ അപ്പൊ അവിടുത്തെ കറണ്ട് എത്രത്തോളമാണ് ഒഴുകുന്നത് എന്നുള്ളത് ഓരോ ബ്രാഞ്ചിന്റെയും റെസിസ്റ്റൻസിന്റെ വാല്യൂ അനുസരിച്ചായിരിക്കും ഉണ്ടായിരിക്കുക. ക്ലിയർ ആണല്ലോ? അതുപോലെ ഓരോ ബ്രാഞ്ചിനും അക്രോസ് കിട്ടുന്ന വോൾട്ടേജ് സെയിം ആയിരിക്കും, 12 വോൾട്ട് തന്നെ ആയിരിക്കും. പിന്നെ ടോട്ടൽ റെസിസ്റ്റൻസ് ഡിക്രീസ് ആവുമെന്ന് പറയുന്നുണ്ട്. എന്താണ് ആ പറഞ്ഞതിന്റെ പൊരുള്? അതായത് നമ്മൾ ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടു കഴിഞ്ഞാൽ, അതായത് ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വാല്യൂ കിട്ടുന്നത് ഈ R1 R2 R3 ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ അതിനെക്കാട്ടും ചെറിയ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. എന്ത്? ടോട്ടൽ റെസിസ്റ്റൻസ്. നമുക്കൊരു പ്രോബ്ലം, ഒരു എക്സാമ്പിൾ വഴി ഞാൻ പറഞ്ഞുതരാം. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്യാണ്. ഇതൊരു 3 റെസിസ്റ്ററുകൾ പാരലൽ വരുന്ന ഒരു സർക്യൂട്ട് ആണെന്ന് മനസ്സിലാക്കുക. 3 റെസിസ്റ്ററുകൾ പാരലൽ വരുന്ന സർക്യൂട്ട് ആണ്. അത് നമ്മൾ എന്ത് കൊടുത്തു? R1 കൊടുത്തു, R2 കൊടുത്തു, R3 കൊടുത്തു. ഇതിലൂടെ ഒരു കറണ്ട് വരുന്നുണ്ട് I. നമ്മളിവിടെ ഒരു വോൾട്ടേജും അപ്ലൈ ചെയ്തു V. ഓക്കെ, സോ I കറണ്ട് വരുന്നുണ്ട്. ഇനി എന്താ നമ്മൾ പറഞ്ഞേ? ഓരോ ബ്രാഞ്ചിലേക്കും കറണ്ടുകൾ ഡിഫറെന്റ് ആയിട്ടായിരിക്കും ഫ്ലോ ചെയ്യുക അല്ലെ. അപ്പൊ ഇവിടെ I1 ഉണ്ട്, ഇവിടെ I2 ഉണ്ട്, ഇവിടെ I3 ഉണ്ട്. ഇനി R1ന്റെ വാല്യൂ നമുക്കൊരു 2 ഓം എന്ന് കൊടുക്കാം. R2ന്റെ വാല്യൂ നമുക്കൊരു 4 ഓം എന്ന് കൊടുക്കാം. R3യുടെ വാല്യൂ നമുക്കൊരു 6 ഓം എന്ന് കൊടുക്കാം. ജസ്റ്റ് നമുക്ക് അസ്യൂം ചെയ്യാം ഇത്രയും വാല്യൂസ് ഉള്ള 3 റെസിസ്റ്ററുകളാണ് നമ്മൾ പാരലൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഓരോ ബ്രാഞ്ചിലൂടെ ഒഴുകുന്ന കറണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതെ, നേരത്തെ നമ്മൾ പറഞ്ഞു ടോട്ടൽ I is equal to I1 ഓരോ റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന സീരീസിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു I എന്ന് പറഞ്ഞാൽ ഓരോ റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ട് സെയിം ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഓരോ ബ്രാഞ്ച് അല്ലെങ്കിൽ ഓരോ റെസിസ്റ്ററിലൂടെയും ഒഴുകുന്ന കറണ്ട് ഡിഫറെന്റ് ആയിരിക്കും. സോ I1 പ്ലസ് I2 പ്ലസ് I3 ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ടോട്ടൽ കറണ്ട് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ I1 ഉം I2 ഉം I3 നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വോൾട്ടേജ് തന്നിട്ടുണ്ട് അല്ലെ. അതിനു മുമ്പ് നമുക്ക് I1 ഉം I2 ഉം I3 ഉം എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് കൂടി ഒന്ന് പറഞ്ഞു പോവാം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഓംസ് ലോ പ്രകാരം I എന്ന് പറഞ്ഞാൽ V by R ആണ്. ഓംസ് ലോ പ്രകാരം I എന്ന് പറഞ്ഞാൽ V by R ആണ്. ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിവിടെ ഒരു വോൾട്ട് V അപ്ലൈ ചെയ്തു. ഇവിടുത്തെ V1 ആണ് വോൾട്ടേജ്, ഇവിടുത്തെ V2 ആണ് വോൾട്ടേജ്, ഇവിടെ V3 ആണ് വോൾട്ടേജ്. നമ്മൾ പറഞ്ഞു ഒരു പാരലൽ സർക്യൂട്ടിൽ ഓരോ റെസിസ്റ്ററിനും അക്രോസ് ഉണ്ടാവുന്ന വോൾട്ടേജ് സെയിം ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ V is equal to V1 പ്ലസ് അല്ല, V1 is equal to V2 is equal to V3 ആയിരിക്കും. ഇവിടെ ഒരു 12 വോൾട്ട് ആണെങ്കിൽ 12 വോൾട്ട് ആണ് എന്ത്? is equal to 12 വോൾട്ട് ആയിരിക്കും എന്ത്? ടോട്ടൽ വോൾട്ടേജ്. എന്നുവെച്ചാൽ ഓരോ റെസിസ്റ്ററിനും അക്രോസ് ഉള്ള ഡ്രോപ്പ് സെയിം തന്നെ ആയിരിക്കും, 12 വോൾട്ട് തന്നെ ആയിരിക്കും. ഒരു ഡിഫറൻസും ഉണ്ടായിരിക്കില്ല. നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് തന്നെ ആയിരിക്കും അവിടെ അനുഭവപ്പെടുക. സോ നമുക്ക് I is equal to കറണ്ട് ഓരോ റെസിസ്റ്ററിലും, പക്ഷെ കറണ്ട് ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞു സീരീസ് സർക്യൂട്ടിൽ അല്ല പാരലൽ സർക്യൂട്ടിൽ. അങ്ങനെയാണെങ്കിൽ കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കും ഓരോ ബ്രാഞ്ചിലെയും? അപ്പം I നമുക്കറിയാം ഓംസ് ലോ പ്രകാരം V by R ആണ്. V by R ആണ് I. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ I1 കണ്ടുപിടിക്കാനായിട്ട് V എന്ന് പറഞ്ഞാൽ നമുക്കറിയാം V1 ആണ്. V എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്, സെയിം ആയതുകൊണ്ടാണ് V എന്ന് കൊടുത്തത്. V by R എന്താ? ഇവിടെ R എന്ന് പറഞ്ഞാൽ ആ R1 റെസിസ്റ്റർ, I1 ഒഴുകുന്ന R1 റെസിസ്റ്റർ. സോ R1 അതാണ് I1 എന്ന് പറഞ്ഞാൽ. ഇനി I2 എന്ന് പറഞ്ഞാലോ? I2 എന്ന് പറഞ്ഞാൽ V by R2. ഇനി I3 എന്ന് പറഞ്ഞാൽ എന്ത് വരും? V by
R3 എന്ന് വരും. സോ ഇത് നമുക്ക് ഒരു എക്സാമ്പിൾ തന്നുകൊണ്ട് അതിന് വെറുതെ ജസ്റ്റ് ചെയ്ത് നോക്കാം. 12 എത്രയാ, വി നമുക്ക് പറയാം 12 ആണ്. R1 2 ആണ് അല്ലെ, 2. അപ്പം 6 ആംബിയർ ആണ് ഒന്നാമത്തെ ബ്രാഞ്ചിലൂടെ ഒഴുകുന്നത് കറണ്ട്. ഇനി അടുത്തത് 12/4 എത്ര വരും, 3 ആംബിയർ ആണ് ഒഴുകുന്നത്. ഇനി അടുത്തത് 12/6 എത്രയാ, 2 ആംബിയർ ആണ് ഒഴുകുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചോ, 2 ഓം റെസിസ്റ്ററിലൂടെ കൂടുതൽ കറണ്ട് ആണ് പോകുന്നത്, കാരണം അവിടെ റെസിസ്റ്റൻസ് കുറവായതുകൊണ്ട് കൂടുതൽ കറണ്ട് ഒഴുകി. ഇനി 4 ഓം റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ട് 3 ആംബിയർ റെസിസ്റ്റൻസ്, 3 ആംബിയർ കറണ്ട് ആണ്. കാരണം ഒരു കുറച്ച് എന്താണ് ഈ റെസിസ്റ്ററിന്റെ വാല്യൂ അല്പം കൂടിയപ്പം കറണ്ടിന്റെ വാല്യൂ കുറഞ്ഞു. ഇനി നോക്കൂ, 6 ഓം റെസിസ്റ്റർ, അതായത് കുറച്ച് ഈ സർക്യൂട്ടിലെ ഏറ്റവും വലിയ വാല്യൂ ഉള്ള റെസിസ്റ്റർ ആണ്, അതിലൂടെ ഒഴുകുന്ന കറണ്ട് 2 ആംബിയർ മാത്രമേ ഉള്ളൂ. കാരണം റെസിസ്റ്റൻസ് കൂടിയ സമയത്ത് കറണ്ടിന്റെ ഫ്ലോ കുറഞ്ഞു. അപ്പൊ ടോട്ടൽ നമുക്ക് എന്ത് കിട്ടണം, I is equal to I1 plus I2 plus I3 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ I is equal to എത്ര വരും, 6 plus 3 plus 2 എത്രയാ, 6 3 9 2 11 ആംബിയർ ആണ് ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ട്. 11 ആംബിയർ ആണ് ഈ ഒരു ടോട്ടൽ സർക്യൂട്ടിലൂടെയുള്ള ഒഴുകുന്ന കറണ്ട്. സോ I നമുക്ക് കിട്ടി 11 ആംബിയർ എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് പ്രധാനമായിട്ടും നോക്കേണ്ടത് ഇതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു, ടോട്ടൽ റെസിസ്റ്റൻസ് ഡിക്രീസസ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഒരു സീരീസിന്റെ കേസിൽ, സീരീസ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്ന കേസിൽ അവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ പാരലലിന്റെ കേസിൽ ഇവിടെ എന്താണ്, ടോട്ടൽ റെസിസ്റ്റൻസ് കുറവാണ്. സോ ഇവിടെ പാരലലിന്റെ കേസിൽ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് 1/R is equal to 1/R1 plus 1/R2 plus 1/R3. അതായത് നമ്മൾ ടോട്ടൽ റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആയിട്ടാണ് കണ്ടുപിടിക്കുക. അതിനുശേഷം ഇത് സോൾവ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇത് തിരിച്ചിടണം. അപ്പൊ 1/R നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, പക്ഷെ അവസാനം നമ്മൾ 1/R വാല്യൂ കണ്ടുപിടിക്കുക. അതിന് നമ്മൾ എന്ത് ചെയ്യും, തിരിച്ച് R ആക്കാൻ ഇതിനെ തിരിച്ചിടണം. അപ്പൊ നമുക്ക് R ന്റെ വാല്യൂ കിട്ടും. 1/R നമുക്ക് ആൻസർ കിട്ടുക. R ന്റെ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ റെസിപ്രോക്കൽ തിരിച്ചിടണം. തിരിച്ചിട്ടാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ വാല്യൂ കിട്ടും. അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. സോ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് എന്തായിരുന്നു, റെസിസ്റ്റൻസിന്റെ വാല്യൂ ഒരു പാരലൽ സർക്യൂട്ടിൽ കുറവായിരിക്കും എന്ന് പറഞ്ഞു. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഇതൊരു 3 റെസിസ്റ്റർ പാരലൽ ആയിട്ടുള്ള സർക്യൂട്ട് അല്ലേ, 3 റെസിസ്റ്റർ പാരലൽ ആയിട്ടുള്ള സർക്യൂട്ട് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ, ഇപ്പൊ നമ്മുടെ എക്സാമിന് മാക്സിമം പോയാൽ ഒരു 3 റെസിസ്റ്റർ ഒക്കെ പാരലൽ ആയിട്ട് തരുള്ളൂ. അങ്ങനെ 3 റെസിസ്റ്റർ പാരലൽ ആയിട്ട് തന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് എന്ത് ചെയ്താന്ന് വെച്ചാൽ R1 R2 R3 എന്ന് പറഞ്ഞിട്ട് മുകളിൽ എഴുതാം. R1 R2 R3, R1 into R2 into R3. ഇനി താഴെ വരുന്ന സമയത്ത് R1 R2 plus R2 R3 plus R3 R1. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ നോട്ട് ചെയ്താൽ എന്ത് കണ്ടുപിടിക്കാം നമുക്ക്, ഈ പറഞ്ഞ പോലെ 3 റെസിസ്റ്ററുകൾ പാരലൽ ആയിട്ട് തന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത്. R1 R2 R3 divided by R1 R2 plus R2 R3 plus R3 R1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് കണ്ടുപിടിച്ചാലോ. RT is equal to ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ R equivalent is equal to എങ്ങനെയാ, R1 R2 R3 മൂന്നും ഗുണിക്കണം 2 into 4 into 6 അല്ലെ, ഡിവൈഡഡ് ബൈ എന്ത് വരും, 2 into 4 plus 4 into 6 plus 6 into 2 അല്ലെ. അപ്പം 4 into 2 8 8 6 48 ഡിവൈഡഡ് ബൈ 4 into 2 8 plus 6 4 24 plus എത്ര വരും, 6 2 12. ടോട്ടൽ വാല്യൂ എത്രയാ, 48 ഡിവൈഡഡ് ബൈ 24 8 32 10 42 2 44. സോ 48/44 എന്ത് കിട്ടും, R equivalent കണ്ടുപിടിക്കാൻ 48/44 നമ്മൾ കാൽക്കുലേറ്റർ ചെയ്യുന്ന സമയത്ത് എത്ര വാല്യൂ വരുന്നോട്ടെ, 48 ഹരിക്കണം 44. സോ അവിടുത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.09 ഓം ആണ്. സോ നമുക്ക് മനസ്സിലാക്കാം, ഈ തന്നിരിക്കുന്ന 3 റെസിസ്റ്റർ പാരലൽ ആയിട്ട് തന്നിരിക്കുന്ന സർക്യൂട്ടിലെ ടോട്ടൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് 1.09 ആണ്. അത് എന്തിനും കുറവാണെന്നല്ലേ, എത്രയാ, നമുക്ക് ഏറ്റവും
ഈ സർക്യൂട്ടിൽ ഏറ്റവും ചെറിയ വാല്യൂ ഉള്ള റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ 2 ഓം ആണ്. 2 ഓം റെസിസ്റ്റർ. അതിനും താഴെയാണ്, അതിലും കുറവാണ് നമ്മുടെ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതാണ് ആദ്യം പറഞ്ഞ പോയിന്റ്, ടോട്ടൽ റെസിസ്റ്റൻസ് ഡിക്രീസ് ആവുന്നു എന്ന് പറയാൻ കാരണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ ഒരു പാരലൽ സർക്യൂട്ടിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും ഓരോ ബ്രാഞ്ചിന് അക്രോസ് ഉള്ള അല്ലെങ്കിൽ ഓരോ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് സെയിം ആയിരിക്കും. പക്ഷെ കറണ്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ബ്രാഞ്ചിലേക്കും ഡിവൈഡ് ചെയ്താൽ പോകുന്നത് I1 I2 I3 ആയിട്ട് പോകുന്നുണ്ട്. അതിനെ പ്രത്യേകം നമ്മൾ കണ്ടുപിടിക്കാനായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു ഒരു എക്സാമ്പിൾ വെച്ചിട്ട്, അല്ലെ? ഇനി 3 റെസിസ്റ്ററുകൾ പാരലൽ ആയിട്ട് തന്നാൽ നമുക്ക് ചെയ്യേണ്ട ഇക്വേഷൻ 1/R = 1/R1 + 1/R2 + 1/R3 ആണ്. ഇനി അതിനെ എളുപ്പത്തിൽ ഒരു ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ നമുക്ക് ചെയ്യാവുന്ന, അല്ലെങ്കിൽ ഇതിനെ തന്നെ സോൾവ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ എളുപ്പമാണ്. R total = R1 R2 R3 / മൂന്നും കൂടി ഗുണിച്ചിട്ട് R1 R2 + R2 R3 + R3 R1 എന്ന് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? സോ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 റെസിസ്റ്റേഴ്സ് 6 ഓമും 3 ഓമും പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി ഇക്വലന്റ് റെസിസ്റ്റൻസ്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. 2 റെസിസ്റ്ററുകൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ഇവിടെ. 6 ഓമും 3 ഓമും. നമുക്കിതിനെ R1 എന്ന് കൊടുക്കാം, ഇതിനെ നമുക്ക് R2 എന്ന് കൊടുക്കാം, അല്ലെ? സോ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാൻ 1/R = എത്രയാണ്? 1/R1 + 1/R2 ആണ്. ആ ഒരു സമയത്ത് 1/R1 എന്ന് പറഞ്ഞാൽ ഏതാ? 6 ആണ്, പ്ലസ് 1/3, അല്ലെ? ഇനി 1/R ഉം 1/3 തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ? 1 × 3 3 പ്ലസ് 1 × 6 6 ഡിവൈഡ് ബൈ 6 × 3 18. അപ്പം 9 6 3 9/18 വരും. എത്ര വരും? 9/18 എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 0.2 ആയിരിക്കും, അല്ലെ? സോറി, 0.5. 0.5 ഓം ആണ് ഇവിടുത്തെ ടോട്ടൽ. സോറി, 0.5 ഓം ആണ് എന്ത്? 1/R. 1/R എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി എത്രയാ? 0.5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയില്ല? ഇത് കിട്ടിയില്ല. ഏത്? R കിട്ടിയില്ല. അപ്പൊ R കണ്ടുപിടിക്കാനായിട്ട് എന്ത്? ഇത് തിരിച്ചിടണം. അപ്പം എന്ത് വരും? 0.5/1 എന്ന് വരും, അല്ലെ? അപ്പം 0.5/1 എന്ന് പറഞ്ഞാൽ എത്രയാ? 0.5 തന്നെയല്ലേ? 1/0.5 എന്ന് വരും. ഇത് 0.5 അല്ലേ? ഇതിന് നേരെ തിരിച്ചിടുമ്പോൾ 1/0.5, സോറി 1/0.5 എന്ന് വരും. അത് ചെയ്യുന്ന സമയത്ത് 1 ഹരിക്കണം 0.5 എത്രയാ? 2. ടോട്ടൽ 2 ഓം എന്ന് വരും. അതായത് 1/R = 0.5 ആണ്. ഇനി R എന്ന് പറഞ്ഞാൽ ഇതിനെ തിരിച്ചിടണം. അപ്പം ഇത് എന്താവും? ഇത് തിരിയും, 1/0.5 ആവും. = എന്ത് വരും? 1/0.5 എന്ന് പറഞ്ഞാൽ 2 ഓം. സോ ഇവിടുത്തെ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിച്ചു. എന്താണ്? 2 ഓം ആണ്. ആ 2 ഓം ഇതിലെ ഏറ്റവും ചെറിയ റെസിസ്റ്റൻസിന്റെ വാല്യൂവിനെക്കാട്ടും ചെറുതാണ്, അല്ലെ? ഏറ്റവും 2 ഓം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതല്ലേ? അപ്പം എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ത് കിട്ടി? ചെറിയൊരു വാല്യൂ കിട്ടി, 2 ഓം എന്നുള്ളത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു എളുപ്പ വഴിയും കൂടി ഞാൻ പറഞ്ഞുതരാം. ആ 2 റെസിസ്റ്ററുകൾ നമുക്ക് ഇതുപോലെ പാരലൽ ആയിട്ട് തന്നു കഴിഞ്ഞാൽ, 2 റെസിസ്റ്ററുകൾ ഇതുപോലെ പാരലൽ ആയിട്ട് തന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ R equivalent is equal to R1 R2 divided by R1 plus R2. 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 ഓക്കെ, ഇത് പഠിച്ചു വെച്ചാൽ നമുക്ക് 2 റെസിസ്റ്ററുകൾ പാരലൽ ആയിട്ട് തന്നാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഇതേപോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൊന്നും സമയം കളയണ്ട, നേരെ ഈ ഇക്വേഷനൊക്കെ ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടും. ക്ലിയർ ആണല്ലോ? അടുത്തൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. നോക്കൂ, ഇവിടെ തന്നിരിക്കുന്ന 3 റെസിസ്റ്റേഴ്സ് 2 ഓം 2 ഓം 2 ഓമിന്റെ 2 ഓം വാല്യൂ ഉള്ള 3 റെസിസ്റ്ററുകൾ, ഒരേ വാല്യൂ ഉള്ള 3 റെസിസ്റ്ററുകൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. സോ നമുക്കൊന്ന് വരച്ചു നോക്കാം. ഇതൊരു ഒന്നാമത്തെ റെസിസ്റ്റർ, ഇത് രണ്ടാമത്തെ റെസിസ്റ്റർ, ഇത് മൂന്നാമത്തെ റെസിസ്റ്റർ. ഇതിനെ മൂന്നിലെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ R1, ഇവിടെ R2, ഇവിടെ R3. R1 എത്രയാ? 2 ഓം. R2 എത്രയാ? 2 ഓം. R3 എത്രയാ? 2 ഓം. സോ നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, 1/R = 1/R1 plus 1/R2 plus 1/R3 എന്ന്.
പക്ഷെ ഞാനൊരു ഷോർട്ട് കട്ട് മെത്തേഡ് വീണ്ടും പറഞ്ഞു തരാം. ഇവിടെ നോക്കൂ, നമ്മൾ പാരലായിട്ട് കണ്ടിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്താണ്? 2 ഓം ആണ്, സെയിം ആണ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? അപ്പൊ നമുക്ക് സാധാരണഗതിയിൽ ഇതിന്റെ ആർ ഈക്വലന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് പഠിച്ചു. എന്താണ്? R1 R2 R3 ഡിവൈഡഡ് ബൈ R1 R2 പ്ലസ് R2 R3 പ്ലസ് R3 R1 പഠിച്ചു. നമുക്ക് ഇതുവഴി ഒന്ന് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇതുവഴി ചെയ്തിട്ട് നമുക്ക് ആ ഷോർട്ട് കട്ട് മെത്തേഡ് പറഞ്ഞുതരാം. അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 2. അപ്പം 2 ഇൻറ്റു 2 ഇൻറ്റു 4, അപ്പം 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8, അപ്പം 4 4 8 4 12. സോ 8/12, 8 ഹരിക്കണം 12 വരുന്ന എത്രയാ? 0.66 ഓം. 0.66 ഓം ആണ് ഇതിന്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ്. 8/12 ചെയ്താൽ 0.66 ഓം. സോ ഇത് നമ്മൾ അങ്ങനെ ഇക്വേഷൻ ഇട്ട് ചെയ്തു. ഇനി വേറൊരു എളുപ്പ വഴിയുണ്ട്, ശ്രദ്ധിച്ചോ. നമ്മൾ ഒരേപോലത്തെ വാല്യൂ ഉള്ള റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്താൽ, പാരലായി വന്നാൽ ആർ ഈക്വലന്റ് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി അറിയോ? R/N ചെയ്താൽ മതി. R/N. ഇവിടെ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റെസിസ്റ്റൻസ് ആണ്. നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ആണ് എന്ന് പറഞ്ഞാൽ. സോ R ഈക്വലന്റ് എന്ന് പറഞ്ഞാൽ എത്രയാ? R എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാ? 2 ആണ്. ഇവിടെ എത്ര റെസിസ്റ്ററുകൾ ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അപ്പൊ 2/3 ചെയ്ത് നോക്കിയാലോ? 2 ഹരിക്കണം 3 എത്രയാ? 0.66 ഓം. എളുപ്പമല്ലേ? അതായത് R ഈക്വലന്റ് R/N. അതും പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരേപോലത്തെ വാല്യൂ ഉള്ള റെസിസ്റ്ററുകൾ പാരലായി വന്നാൽ R ഈക്വലന്റ് കാണാൻ R/N ചെയ്താൽ മതി. R എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു റെസിസ്റ്ററിന്റെ വാല്യൂ ആണ്. അത് ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ടോ അത്ര എണ്ണം. 2/3 എത്ര ചെയ്തു? 0.66 ഓം. ഇവിടെ കിട്ടിയത് അത് തന്നെയല്ലേ? ഇവിടെയും കിട്ടിയത് അത് തന്നെയല്ലേ? സോ ഈ രണ്ട് മെത്തേഡ് നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം എക്സാമിന് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? മുമ്പോട്ട് പോവാം. വേറൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് എന്താണ്? 3 റെസിസ്റ്ററുകൾ പാരലായിട്ട് തന്നിരിക്കുകയാണ് അല്ലെ? എങ്ങനെയാ? ഒന്ന് 2 ഓം റെസിസ്റ്റർ ആണ്, പിന്നെ വരുന്നത് അതുപോലെ 3 ഓം റെസിസ്റ്റർ ആണ്, പിന്നെ 6 ഓം റെസിസ്റ്റർ ആണ്. നമുക്കറിയാവുന്ന ഇക്വേഷൻ എഴുതും. R ഈക്വലന്റ് ഈസ് ഈക്വൽ ടു R1 R2 R3 ഡിവൈഡഡ് ബൈ R1 R2 പ്ലസ് R2 R3 പ്ലസ് R3 R1 ഇട്ട് കൊടുത്താൽ 2 ഇൻറ്റു 3 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 പ്ലസ് 3 ഇൻറ്റു 6 പ്ലസ് 6 ഇൻറ്റു 2 എന്ത് വരും? 3 ഇൻറ്റു 2 6, 6 ഇൻറ്റു 6 36 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 6 പ്ലസ് 6 ഇൻറ്റു 3 18 പ്ലസ് 6 ഇൻറ്റു 2 12. സോ 36 ഡിവൈഡഡ് ബൈ എന്ത് വരും? 18ഉം 12ഉം 30 36. സോ ഇതിന്റെ വാല്യൂ R ഈക്വലന്റ് എന്ന് പറഞ്ഞാൽ എത്രയാ? 1 ഓം ആണ്. 1 ഓം ആണ് ഈ തന്നിരിക്കുന്ന സർക്യൂട്ടിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. ഇതൊരു പാരലൽ റെസിസ്റ്റൻസ് ആണ്. 3 റെസിസ്റ്റർ പാരലൽ ആയി തന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് വീണ്ടും തന്നിരിക്കുകയാണ്. എങ്ങനെയാണ്? 3 ഓം 6 ഓം 18 ഓം റെസിസ്റ്ററുകൾ പാരലൽ ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്കൊന്ന് വരച്ചു നോക്കാം. എങ്ങനെ? 3 ഓം റെസിസ്റ്ററുകൾ പാരലൽ ആയിട്ട് വരച്ചു നോക്കാം അല്ലെ? അപ്പൊ ഇവിടെ 3 ഓം 6 ഓം 18 ഓം. നിങ്ങൾക്ക് R1 R2 R3 എന്ന് പേര് കൊടുത്താൽ കുറച്ചുകൂടി എളുപ്പമുണ്ട്. ആദ്യമൊക്കെ നിങ്ങൾ പേര് കൊടുത്ത് തന്നെ ചെയ്യാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? പഠിച്ചു കഴിഞ്ഞ് മനസ്സിലായതിനു ശേഷം നമുക്ക് പേര് കൊടുക്കേണ്ടതെന്നില്ല. ജസ്റ്റ് നേരെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ മതി അല്ലെ? R1 R2 R3 ഡിവൈഡഡ് ബൈ R1 R2 പ്ലസ് R2 R3 പ്ലസ് R3 R1. ഇപ്പൊ എന്ത് വരും? 3 ഇൻറ്റു 6 ഇൻറ്റു 18 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 6 പ്ലസ് 6 ഇൻറ്റു 18 പ്ലസ് 18 ഇൻറ്റു 3 ഈക്വൽ ടു 6 ഇൻറ്റു 3 18. 18 ഇൻറ്റു 18 എത്രയാ? 18ന്റെ സ്ക്വയർ അല്ലെ? 18 ഇൻറ്റു 18 18 ഇൻറ്റു 18 വരും 324.
ഡിവൈഡഡ് ബൈ 6 3 18 പ്ലസ് 18 ഇൻറ്റു 6 18 ഇൻറ്റു 6 വരുമ്പം 108 പ്ലസ് 18 ഇൻറ്റു 3 18 ഇൻറ്റു 3 വരുമ്പം 54. സോ ഇതിനെ നമ്മൾ ചെയ്യുമ്പം 324 ഹരിക്കണം 18 പ്ലസ് 18 പ്ലസ് 108 പ്ലസ് 54 എത്ര വരും? 180. സോ R ഈക്വലന്റ് ഇസ് ഈക്വൽ ടു 324 ഹരിക്കണം 324 ഹരിക്കണം 180 1.8 ഓം വരും 1.8 ഓം വരും. അപ്പൊ വളരെ കുറഞ്ഞ വാല്യൂ ആയിരിക്കും ഇതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് മനസ്സിലാക്കുക. 1.8 ഓം. ക്ലിയർ ആണോ? എളുപ്പമല്ലേ? കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, വീണ്ടും ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതെന്ത് ചെയ്യാ? നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ തന്നിരിക്കുന്നത് 4 ഓമും 6 ഓമും 10 ഓമും റെസിസ്റ്റർ സീരീസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് പാരലൽ ആയിട്ട് തന്നിട്ടുണ്ട്, ഇവിടെ സീരീസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. സീരീസ് ആയിട്ട് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത് പഠിച്ചിട്ടുണ്ട്, നമ്മളൊന്ന് നോക്കുക. ആ ഇക്വേഷൻ ഇട്ടിട്ട് ഇതൊന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, എന്നിട്ട് അതിന്റെ ആൻസർ ഒന്ന് നമ്മുടെ ചാറ്റ് ബോക്സിൽ കമന്റ് ബോക്സിൽ നിന്ന് ഇടണേ. ഓക്കെ, അതുപോലെ അടുത്തത് ഫൈൻഡ് ദി ഇക്വലന്റ് റെസിസ്റ്റൻസ് 8 ഓമും 8 ഓമും പാരലൽ തന്നിട്ടുണ്ട്. രണ്ടും ഒരേ വാല്യൂ ആയിട്ടുള്ള റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് തന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം അതിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ കമന്റ് ബോക്സിൽ ഇടുക. സോ അടുത്തത് 12 ഓമും 6 ഓമും പാരലൽ തന്നിട്ടുണ്ട്. 12 ഓം 6 ഓം പാരലായി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സർക്യൂട്ടിന്റെ ഈക്വൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ, അടുത്തത് 5 ഉം 10 ഉം 15 സീരീസ് ആയിട്ട് തന്നിട്ടുണ്ട്. 5 10 15 സീരീസ് ആയിട്ട് തന്നിട്ടുണ്ട്. അതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അതൊക്കെ നിങ്ങൾ സ്വന്തം തന്നെ എന്ത് ചെയ്യാം, കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? അടുത്തത് 3 6 2 വാല്യൂ ഉള്ള റെസിസ്റ്ററുകൾ പാരലൽ ആയിട്ട് തന്നിട്ടുണ്ട്. അതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളത് സീരീസിന്റെയും പാരലലിന്റെയും കോമ്പിനേഷൻ സർക്യൂട്ടുകൾ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, കോമ്പിനേഷൻ സർക്യൂട്ടുകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ ഓംസ് ലോ അപ്ലൈ ചെയ്തിട്ടുള്ള കാര്യങ്ങളും ചിലപ്പോൾ ചെയ്യേണ്ടി വരും. കറണ്ട് കണ്ടുപിടിക്കാനും വോൾട്ടേജ് കണ്ടുപിടിക്കാനൊക്കെ വരും. അപ്പോൾ നമ്മൾ ഓംസ് ലോയുടെ ഇക്വേഷനും കൂടി നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഓംസ് ലോയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രശ്നമൊന്നുമില്ല. V is equal to I into R, I is equal to V by R, R is equal to V by I. ഈ കോമ്പിനേഷൻ ആണ്. അതായത് നമ്മളൊരു ട്രയാങ്കിൾ ഒക്കെ വരയ്ക്കും, VIR. ഈ ട്രയാങ്കിൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. ഇത് ഓംസ് ലോ പറയുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടി പറഞ്ഞു തരാം, എളുപ്പമാണ്. സോ നമ്മൾ ഈ ക്ലാസ് ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് എന്താണ്, സീരീസ് കണക്ഷന്റെയും പാരലൽ കണക്ഷന്റെയും ഒരു കമ്പാരിസൺ ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. സീരീസ് കണക്ഷനിൽ കറണ്ടിന് ഫ്ലോ ചെയ്യാനായിട്ട് ഒരൊറ്റ പാത്തേ ഉള്ളൂ. എന്നാൽ ഇവിടെ കറണ്ടിന് ഫ്ലോ ചെയ്യാനായിട്ട് മൾട്ടിപ്പിൾ പാത്ത് ഉണ്ട്. അതുപോലെ സെയിം കറണ്ട് ആയിരിക്കും ത്രൂ ഔട്ട് ആ സർക്യൂട്ട് ഉണ്ടായിരിക്കുക. പക്ഷെ ഇവിടെ സെയിം വോൾട്ടേജ് ആയിരിക്കും പാരലൽ കണക്ഷനിൽ ഉണ്ടായിരിക്കുക. വോൾട്ടേജ് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടാണ് ഓരോ റെസിസ്റ്ററിലും പോകുന്നത്. ഇവിടെ കറണ്ട് ആണ് ഡിവൈഡ് ചെയ്ത് ഓരോ ബ്രാഞ്ചിലൂടെയും അല്ലെങ്കിൽ ഓരോ റെസിസ്റ്ററിലൂടെയും പോകുന്നത്. റെസിസ്റ്റൻസ് ഇവിടെ കൂടുതലായിരിക്കും, ഇൻക്രീസ്ഡ് ആയിരിക്കും. ഇവിടെ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. അതുപോലെ സീരീസിന്റെ കേസിൽ ഒരു റെസിസ്റ്റർ എന്തെങ്കിലും പറ്റി ഫെയിലർ ആയി കഴിഞ്ഞാൽ ആ മൊത്തം സർക്യൂട്ട് എന്താവും, ഓപ്പൺ ആവും. അതായത് ഇപ്പം ഈ ഇങ്ങനെ സീരീസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു റെസിസ്റ്റർ ആണ്, ഒരു സർക്യൂട്ട് ആണ്. ഈ റെസിസ്റ്റർ എന്തായി, ഡാമേജ് ആയി. അപ്പൊ എന്താ സംഭവിക്കില്ല, ഇതിലൂടെ കറണ്ട് ഫ്ലോ ഇല്ല. സ്വാഭാവികമായിട്ടും ഈ സർക്യൂട്ട് ഓപ്പൺ സർക്യൂട്ട് ആവും, അതിലൂടെ പിന്നെ കറണ്ട് ഫ്ലോ ഇല്ല. അതുപോലെ ഇവിടെ എന്ന് വെച്ചാൽ അതർ ബ്രാഞ്ചസ് കണ്ടിന്യൂ ടു വർക്ക് ഇഫ് വൺ ബ്രാഞ്ച് ഫെയിൽ. അപ്പൊ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കണ്ടേ, നോക്കൂ. ഇങ്ങനെ പാരലൽ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇത് നാശമായി പോയി, ഇത് എന്തോ ഡാമേജ് സംഭവിച്ചു. സ്വാഭാവികമായിട്ടും ഇതിലൂടെ വരുന്ന കറണ്ട് ഇതിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എന്ത് സംഭവിക്കും, ഇത് നാശമായാലും പ്രശ്നമൊന്നുമില്ല, അത് ഡിവൈഡ് ചെയ്തിട്ട് ഇതിലൂടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി അത് ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് നടന്നോളും. ഇത് നാശമായി എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വർക്കിംഗ് നടക്കാതിരിക്കില്ല പാരലലിന്റെ കേസിൽ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് കോമ്പിനേഷൻ ഓഫ് സീരീസ് ആൻഡ് പാരലൽ സർക്യൂട്ട് പഠിക്കാം. അത് എളുപ്പമാണ്. നമുക്ക് ഈ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള സീരീസും പാരലും എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതും എളുപ്പമായിട്ട് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്നായിട്ട് പഠിക്കാം. ഓക്കെ.